ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എപ്പം ചോദിക്കുന്ന പോലെ തന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? എല്ലാം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കമന്റ് ചെയ്യണം എങ്ങനെയുണ്ട് കാര്യങ്ങൾ എന്നൊക്കെ, എന്താണ് നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത്, അങ്ങനെയൊക്കെ കമന്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ എല്ലാവരും ഓക്കെ ആണ്, സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ്. എനിക്കും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നെ കാര്യങ്ങൾ പോകുന്നു. ഇന്നിപ്പോ ഞാൻ എത്തിയേക്കുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാനാണ്. എപ്പോഴും ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്നത് കുറച്ച് കൂടുന്നുണ്ട് തോന്നുന്നുണ്ടോ? ഇതും ഇൻട്രസ്റ്റിംഗ് തന്നെയാണ് കേട്ടോ. എല്ലാ ടോപ്പിക്കുകളും ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്കുകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് ഇൻട്രസ്റ്റിംഗ് എന്ന് എടുത്ത് പറയുന്നത്. നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണല്ലേ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇതിപ്പോൾ നമ്മുടെ പാരൻസ് ആവാം, നമ്മുടെ ബ്ലഡ് റിലേഷൻ, അത് കഴിഞ്ഞ് നമ്മുടെ ഫ്രണ്ട്സ്, അതുപോലെ നമുക്ക് ലൈഫ് പാർട്ട്നേഴ്സ്, അങ്ങനെ ആരൊക്കെ നമ്മുടെ ലൈഫിൽ വന്നു പോകുന്നുണ്ടോ അല്ല നിലനിൽക്കുന്നുണ്ടോ ഇവരൊക്കെ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലൂടെയാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഒരു റിലേഷൻഷിപ്പ് ഏതാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം. ഞാൻ കുട്ടിക്കാലത്ത് ഞാൻ ചിന്തിച്ച കാര്യമാണ്. ഈ കുട്ടിക്കാലം എന്ന് പറയുന്നത് കുറച്ച് ഓവറാകുന്നുണ്ടോ തോന്നിയിട്ടുണ്ടോ? കുട്ടിക്കാലത്ത് നടന്നതാണ് കേട്ടോ, അതുകൊണ്ടാണ് കുട്ടിക്കാലം എന്ന് പറയുന്നത്. കുട്ടിക്കാലത്ത് ഞാൻ ചിന്തിച്ച കാര്യമാണ്. എൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉള്ള ഒരു ഫാമിലി ആയിരുന്നു. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അത് അറിയാവുന്നതാണ്. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ അച്ഛനും അമ്മയും മീൻസ് എൻ്റെ ഫാമിലി കുറച്ചും കൂടി നല്ല രീതിയിൽ സമാധാനവും സന്തോഷവും ഒക്കെ ഉള്ള ഒരു ഫാമിലി ആണെങ്കിൽ നന്നായേനെ. അതുകൊണ്ട് നമ്മുടെ സന്തോഷം തീരുമാനിക്കുന്നത് നമ്മുടെ ഫാമിലിയാണ്. നമ്മൾ എവിടെ ജനിക്കുന്നു അതാണ് നമ്മുടെ സന്തോഷം തീരുമാനിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ടതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ ഫാമിലിയാണ്. നമ്മൾ ജനിച്ച ആ ഫാമിലിയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഞാൻ വളർന്നു, ഞാൻ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത്, ഒരിക്കലും ഫാമിലി അല്ല നമ്മൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ടത്. അങ്ങനെ വെച്ച് ഫാമിലി ഇമ്പോർട്ടൻ്റ് അല്ല എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത്, അതായത് നമ്മുടെ അച്ഛനും അമ്മ, നമ്മുടെ സിബ്ലിങ്സ്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ, ഇവരെയൊന്നും നമുക്കൊരിക്കലും സെലക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ അച്ഛനും അമ്മയും തീരുമാനിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ട് മാത്രമാണ് വന്നത്. അത് നമ്മളൊരു നല്ലൊരു കാര്യമായിട്ട് എടുക്കുക. നമ്മൾ ഭൂമിയിലേക്ക് ജനിച്ചല്ലോ, അവർ കാരണമല്ലേ എന്നുള്ളത് നമ്മളൊരു നല്ല കാര്യമായിട്ട് എടുക്കുക. പക്ഷെ അത് നമുക്ക് ഒരിക്കലും തീരുമാനിക്കാനുള്ള ഒരു ഓപ്ഷനോ ഓപ്പർച്യൂണിറ്റിയോ നമുക്ക് അവിടെ ഇല്ല. അവർ ഡിസൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ അവരുടെ ഫാമിലിയിൽ വന്നു. നമുക്കിപ്പോൾ ചേട്ടൻ ഉണ്ടാവാം, അനിയത്തി ഉണ്ടാവാം, ആര് വേണമെങ്കിൽ ഉണ്ടാവാം. അവരുടെ എൻ്റെ കുഞ്ഞായിട്ട് വേറെ ആൾ വന്ന് അത് നമ്മുടെ സിബ്ലിംഗ് ആയി. അതുപോലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലാത്ത വല്യമ്മ, വല്യച്ഛൻ, അല്ലെങ്കിൽ കസിൻസ്, അമ്മമ്മ, അച്ചാച്ചൻ, അങ്ങനത്തെ എല്ലാം ഇവരുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്കെല്ലാം കിട്ടി. അത് കഴിഞ്ഞ് അപ്പോൾ ഇതിൽ ഒരിക്കലും നമുക്കൊരു ഓപ്ഷൻ ഇല്ല, ഓപ്പർച്യൂണിറ്റി ഇല്ല നമുക്കിവിടെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ള ലൈഫിലോട്ടേക്ക് വരുമ്പോഴാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. അതായത് ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുന്നതിൽ, അതുപോലെ നമ്മളെ ലൈഫ് പാർട്ട്ണറിനെ സെലക്ട് ചെയ്യുന്നതിൽ, അതിലൊക്കെയാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉള്ളത്. ഫ്രണ്ട്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ, നമുക്ക് കുഞ്ഞില് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള ഫ്രണ്ട്സ് ആയിരിക്കില്ല നമുക്ക് കോളേജിൽ പഠിക്കുമ്പോൾ. അത് കഴിഞ്ഞിട്ടുള്ള ഫ്രണ്ട്സ് ആയിരിക്കില്ല നമ്മൾ ജോബിന് പോകുമ്പോൾ. അത് കുറച്ചും കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഫ്രണ്ട്സ് ആയിരിക്കില്ല. അപ്പൊ ചിലപ്പോൾ ആ ഫ്രണ്ട്സ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്രണ്ട്സ് നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിനനുസരിച്ച് ഓരോരുത്തരോടും നമ്മൾ കാണിക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളും മാറിയും തിരിഞ്ഞിരിക്കും. ഒരാൾക്ക് കൊടുക്കേണ്ട ആ ഒരു റിലേഷൻഷിപ്പ് എത്രയാണോ അത്ര കൊടുക്കും, വേറൊരാൾക്ക് വേറെ. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ ഈ ലോകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ട റിലേഷൻ എന്ന് പറയുന്നത് പാർട്ട്നേഴ്സ് ആണ്. ഇതിപ്പോ ഞാൻ ജെൻഡർ ബേസിലല്ല ഈ കാര്യം പറയുന്നത്. ഇതിപ്പം ഗേൾസ് ആയിക്കോട്ടെ, ബോയ്സ് ആയിക്കോട്ടെ, ഈ രണ്ട് ജെൻഡറും ആയിക്കോട്ടെ, അതല്ലാത്ത LGBTQ എന്ന് പറയുന്ന കാറ്റഗറി ആയിക്കോട്ടെ, ആരൊക്കെ ആണെങ്കിലും അവരുടെ പാർട്ട്ണറിനെ ചൂസ് ചെയ്യുമ്പോൾ അവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ചൂസ് ചെയ്യുന്നത് നമ്മുടെ ഡിസിഷനാണ്. നമ്മുടെ ലൈഫ് എങ്ങനെ പോകുന്നു എന്നുള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ മാരേജ് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്.
ഇതിപ്പം ഈവൻ ഒരു ലവ് അഫെയർ ആണെങ്കിൽ ആ ഒരു ലവ് അഫെയർ ആണെങ്കിലും ഒരു ലിവിങ് റിലേഷൻ ആണെങ്കിൽ അത്, അല്ല മാരേജിലോട്ട് പോകുന്ന റിലേഷൻ ആണെങ്കിൽ അത്, എന്തൊക്കെയാണെങ്കിലും നമ്മളത് ചൂസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് അവിടെ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ നമുക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ നല്ല ബുദ്ധിപരമായിട്ടും നല്ല കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും മാത്രമേ നമ്മളെ റിലേഷൻഷിപ്പിൽ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ഇതിപ്പോ നമ്മളൊരു 18-20 വയസ്സ് വരെയൊക്കെയാണ് നമ്മൾ ഫാമിലിനെ ഡിപ്പെൻഡ് ചെയ്ത് കൂടുതലും താമസിക്കുന്നത്. ഒരു +2 കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ഡിഗ്രി കോഴ്സ് കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ജോലി കൂടി കഴിഞ്ഞ ഒരു 22-24 വയസ്സ്, അതിന്റെ മുകളിൽ നമ്മുടെ ഫാമിലിനെ ഡിപ്പെൻഡ് ചെയ്ത് താമസിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം അവർ നമ്മൾ ഇത്രയും വളർത്തി നമുക്കുള്ള എഡ്യൂക്കേഷൻ അവർ തന്നിട്ടുണ്ട്, അവർക്ക് പറ്റാവുന്ന രീതിയിൽ അവർ ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ പഠിച്ച് ജോബ് വാങ്ങുമോ എന്താണ് നമ്മുടെ ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ സെലക്ട് ചെയ്തു. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ജീവിക്കേണ്ടത് നമ്മളാണ്. നമ്മൾ തന്നെ ഈ ലോകത്ത് നമ്മൾ ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ. ഇതിപ്പം ഒരു 20 വയസ്സ് കഴിഞ്ഞ് അല്ലെ 25 വയസ്സൊക്കെ ആയ ഒരാള് ചിന്തിക്കുക എന്താന്ന് വെച്ചാൽ, ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്ക് ഒരു ചായ കുടിക്കണമെങ്കിൽ ആ പൈസ ഞാൻ ഉണ്ടാക്കണം, എനിക്ക് ഒന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ, എനിക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ, എനിക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ ഞാൻ ജോലി ചെയ്ത് ഞാൻ ആ പൈസ ഉണ്ടാക്കണം. അതിപ്പം ഈവൻ ഗേൾസ് ആയിക്കോട്ടെ ബോയ്സ് ആയിക്കോട്ടെ. അതിപ്പം ബോയ്സിന് മാത്രമേ ആ ഒരു പ്രോബ്ലം ഉള്ളൂ എന്ന് ഞാൻ തിങ്ക് ചെയ്യുന്നില്ല. മുമ്പത്തെ കാലത്തൊക്കെ ആണെങ്കിൽ അങ്ങനെ ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഗേൾസും അതുപോലെ തന്നെ കൂടുതലായിട്ടും ഇതുപോലെ ജോലിയിലും കാര്യങ്ങളിലേക്കും പോകുന്ന കുട്ടികൾ തന്നെയാണ് കൂടുതലായിട്ടും ഉള്ളത്. പെട്ടെന്ന് തന്നെ ജോലി കിട്ടി അവർക്കൊന്ന് സെറ്റിൽ ആവണം. സെറ്റിൽ മീൻസ് ഒരു ഇൻഡിപെൻഡന്റ് ആയിരിക്കണം എന്ന് തിങ്ക് ചെയ്യുന്നവരാണ് കൂടുതലും. അല്ലാത്ത ടൈപ്പ് ആൾക്കാരും ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ അങ്ങനെ ആണ് അവര്. നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മൾ ഈ ലോകത്ത് നമ്മുടെ കാര്യം നമ്മൾ നോക്കിയേ പറ്റുള്ളൂ. നമുക്ക് റീചാർജ് ഓഫർ തീർന്നാൽ നമ്മൾ റീചാർജ് ചെയ്യണം, നമുക്ക് ചായ കുടിക്കണമെങ്കിൽ നമ്മൾ പണിയെടുത്ത് പൈസ ഉണ്ടാക്കണം, നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യണം. അപ്പൊ നമ്മൾ ഈ തന്നെ ചെയ്യുന്ന ഇതിലേക്കാണ് നമ്മൾ ഒരാളെ കൊണ്ടുവരുന്നത്. ഒരു പാർട്ട്ണർ, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഒരു അഫെയർ ആവാം, ഒരു ലിവിങ് ആവാം, അല്ലെ മാരീഡ് ആവാം, എന്തെങ്കിലും ആയിക്കോട്ടെ. അത് കൊണ്ടുവരുന്നത് നമ്മൾക്ക് ഒരു സപ്പോർട്ടായിട്ടാണ്, നമ്മുടെ ലൈഫ് പാർട്ട്ണറാണ്. ആ പേര് തന്നെ ഉണ്ട്, നമ്മുടെ ലൈഫ് നമ്മൾ പാർട്ട്ണർഷിപ്പായിട്ടാണ് ആ ലൈഫ് കൊണ്ടുപോകുന്നത്. നമ്മൾ ഒരു 20 വയസ്സിൽ, ഒരു 25 വയസ്സിൽ, ഒരു 30 വയസ്സിൽ, ഒരു ഏകദേശം ഒരു ഏജ് അങ്ങനെയാണല്ലോ ഒരു മാരേജ്, ഒരു റിലേഷൻഷിപ്പിന്റെ ഒക്കെ. അത് കഴിഞ്ഞിട്ടുള്ളവരും ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ഒരു മെജോറിറ്റി കണക്കാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇതിൽ അത് മുതൽ ഒരു 20ലാണ് ഒരാൾ ഒരു പാർട്ട്ണറെ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആ 20 മുതൽ നമ്മൾ എത്ര കാലം ജീവിക്കുന്നു, ഒരു 70 വയസ്സ് വരെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ലൈഫ് എങ്ങനെ പോകണം എന്ന് അവരെയും കൂടി ഡിപ്പെൻഡ് ചെയ്തായിരിക്കും കാര്യങ്ങൾ ഇരിക്കുന്നത്. അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ കാര്യം അവരാണ് തീരുമാനിക്കുന്നത് എന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. കാരണം നമ്മളൊരു വീട്ടിൽ താമസിക്കുന്ന ഒരാളാണ്, ലൈഫ് ഷെയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫ്ലുവൻസ് ആവും. അപ്പൊ ഇൻഫ്ലുവൻസ് ആവുന്നത് നമുക്കത് നല്ല രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ആയിരിക്കണമെങ്കിൽ നമ്മൾ നല്ലൊരാളെ സെലക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാവൂ. ഞാൻ നന്നായിട്ട് വേർക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അറിയാലോ, നമുക്ക് ഇവിടെ ഭയങ്കര ചൂടല്ലേ. അപ്പോൾ ഫാനും AC ഇല്ല, ഫാൻ ഇടാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് സൗണ്ട് കേൾക്കുക, അതുകൊണ്ടാണ് ഇങ്ങനെ വേർത്തൊലിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പം ഒരു ബോയ് ആണെങ്കിലും ഒരു ഗേൾ ആണെങ്കിലും ഒരു 20, 25, 30 ആ ഒരു ഏജിൽ ഒരാളെ സെലക്ട് ചെയ്യാന്ന് വിചാരിക്കട്ടെ. ഒരാളെ സെലക്ട് ചെയ്യുന്നത് അവൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ്, അല്ല അവക്ക് എന്നെ ജീവനാടാ, ആ രീതിയിലാണ് കൂടുതൽ. കാരണം ഇഷ്ടമാണ്, സ്നേഹമാണ് എന്ന് പറഞ്ഞിട്ടാണ് കൂടുതലും റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഒരിക്കലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നതിൻ്റെ കാരണം അത് സ്നേഹമായിരിക്കരുത്. കാരണം സ്നേഹം വേണ്ടാന്നൊന്നുമല്ല ഞാൻ പറയുന്നതിന് കാരണം. ശരിക്കും പറഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കുന്നതെന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റ് ആണ്. അത് ഗേൾ ആണെങ്കിലും ബോയ് ആണെങ്കിലും ഇനി അതർ കാറ്റഗറി ഒക്കെ ആണെങ്കിലും ഇപ്പൊ എന്റെ കേസ് എടുക്കുക. എനിക്കൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ എന്റെ പാർട്ട്ണർ എനിക്ക് തരുന്ന റെസ്പെക്ട് ഇൻ ദ സെൻസ് എന്നോട് കാണിക്കുന്ന റെസ്പെക്ട്, എൻ്റെ വാക്കുകളോട്, ഞാൻ പറയുന്ന കാര്യങ്ങളോട് കാണിക്കുന്ന റെസ്പെക്ട്, ഞാൻ ചെയ്യുന്ന ജോലിനോട് കാണിക്കുന്ന റെസ്പെക്ട്, അങ്ങനെ പല തരത്തിലുള്ള റെസ്പെക്ട് ആ കാര്യത്തിൽ പെടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
റെസ്പെക്റ്റിനാണ് ഒരു റിലേഷൻഷിപ്പ് ഇത്രയും സ്ട്രോങ് ആക്കാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു കപ്പിൾ നിൽക്കുന്നു, അവർ രണ്ടുപേരും വളരെയധികം റെസ്പെക്റ്റ് ആയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്, ബിഹേവ് ചെയ്യുന്നത്. അവരുടെ പേഴ്സണൽ ലൈഫ് നമ്മൾ കാണുന്നില്ല, നമുക്കിങ്ങനെ പുറത്തുനിന്ന് കാണുന്നത് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അങ്ങനെ കാണുന്ന ഒരു കപ്പിളിനെ നമുക്ക് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം, അവരെന്ത് നന്നായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്, അവരെന്ത് റെസ്പെക്റ്റ് ആയിട്ടാണ് അവർ രണ്ടുപേരും സംസാരിക്കുന്നത്, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല റെസ്പെക്റ്റ് ആണ് എന്ന് പറയുന്നതും, വേറൊരു കപ്പിള് നിൽക്കുവാണ്, ഒരാൾ പറയുന്നത് അപ്പുറം, ഒരാൾ ഇങ്ങനെ, എന്ന് വെച്ചാൽ കപ്പിൾസ് തമ്മിൽ പ്രോബ്ലംസ് ഉണ്ടാവും, വഴക്കുണ്ടാവും, ബഹളം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, അതൊന്നും ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇത് റെസ്പെക്റ്റ് ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഇതൊന്നും ഒരു കാരണമല്ല. അവർ ദേഷ്യം പിടിച്ചാൽ പോലും, വഴക്കാക്കുമ്പോൾ പോലും നമ്മൾ ആൾക്കാർ ചുറ്റും ഉണ്ട്, എൻ്റെ പാർട്ട്ണറോട് ഞാൻ അങ്ങനെ റെസ്പെക്റ്റ് ഇല്ലാതെ ബിഹേവ് ചെയ്യരുത്. അതിപ്പോൾ ആളുണ്ടായാലും ഇല്ലെങ്കിലും നമ്മൾ ഒരു വഴക്കിലിരിക്കുമ്പോൾ പോലും റെസ്പെക്റ്റ് ആയിട്ട് സംസാരിക്കുക, റെസ്പെക്റ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അപ്പോൾ ഒരു കപ്പിൾ ഇങ്ങനെ ഇരുന്ന് അവർ പരസ്പരം റെസ്പെക്റ്റ് ഇല്ലാതെ ഇങ്ങനെ സംസാരിക്കുന്ന കാണുമ്പം ഒരു തേർഡ് പേഴ്സൺ എന്ന നിലയിൽ നമുക്കെന്ത് തോന്നും? നമുക്ക് ഏത് റിലേഷൻഷിപ്പിനോടാണ് നമുക്കൊരു അവർ നല്ലതെന്ന് തോന്നുന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്നത് ആ ഒരു റെസ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു കപ്പിളിനെ ആയിരിക്കില്ലേ? അതുപോലെയാണ് ഞാൻ പറയുന്നത്. സ്നേഹത്തിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യം റെസ്പെക്റ്റ് തന്നെ ആയിരിക്കണം. അതിൻ്റെ ഒരു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എന്നാണ്. കാരണം നമ്മൾ അങ്ങോട്ട് കൊടുക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. കാരണം നമ്മൾ അതുപോലെ റെസ്പെക്ട് ചെയ്ത് ഓരോരുത്തരെയും നമ്മൾ റെസ്പെക്ട്, ഇതിപ്പോൾ നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ ഒരാളെ നമ്മൾ ഒന്ന് ചവിട്ടിപ്പോയി അല്ല തട്ടിപ്പോയി ഒരു സോറി പറയാൻ, അവരെ റെസ്പെക്ട് ചെയ്യുന്നു നമ്മൾ. വേറെ ആരാണെങ്കിലും, നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ആരാണെങ്കിലും നമ്മൾ പൊളൈറ്റ് ആയിട്ട് സംസാരിക്കുക, റെസ്പെക്റ്റ് ആയിട്ട് സംസാരിക്കുക. ഇത് തന്നെ നമ്മൾ റിലേഷൻഷിപ്പിലും കാണിക്കുക. ഒരു സ്ഥലത്ത് ഞാൻ കേട്ട കാര്യമാണ്, ഒരു വെയിറ്ററിനോട്, ഒരു റെസ്റ്റോറൻറ്റിലെ ഒരു വെയിറ്ററിനോട് മോശമായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളുടെ പാർട്ട്ണർ ആണെങ്കിൽ ആ പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിൽ ചേർന്ന ആളല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആവശ്യമുള്ള ആൾക്കാരോട് മാത്രം നല്ല രീതിയിൽ സംസാരിച്ചിട്ട്, വെയിറ്റർ എന്ന് പറയുന്നത് അവർ ചിന്തിക്കുന്നത് അത്ര റെപ്യൂട്ടേഷൻ ഇല്ലാത്ത ഒരു ജോലിയാണ്, അതുകൊണ്ട് അവരോട് എന്തും കാണിച്ചാലും അവരൊന്നും പറയാനും ഇതാക്കാനും വരുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരോട് അവർ മോശം ബിഹേവ് ചെയ്യുമ്പോൾ അതൊരു നല്ല ആളാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. എല്ലാ ആൾക്കാരോടും നല്ല രീതിയിൽ റെസ്പെക്റ്റോടെ ബിഹേവ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ റെസ്പെക്റ്റ് എന്നുള്ള സാധനം ഉള്ളിൽ നിന്ന് വരുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഏറ്റവും വലിയ ഒരു ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. ഇപ്പോഴത്തെ കാലത്ത് എന്താന്ന് വെച്ചാൽ പണ്ടത്തെ പോലെ അത്രയും അറേഞ്ച് മാരേജസ് അല്ല ഉള്ളത്, ഇപ്പൊ കുറേയൊക്കെ ലവ് മാരേജസ് ആണല്ലേ. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, ചൂസ് ചെയ്യാനും സെലക്ട് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ വയസ്സായിട്ട്, നമ്മൾ ബുദ്ധിപരമായിട്ട് ആലോചിച്ച് ചിന്തിച്ച് എന്തൊക്കെ എങ്ങനെയൊക്കെ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ റിലേഷൻഷിപ്പിലേക്ക് കടക്കാൻ. എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഒരാളെ ചൂഴ്ന്ന് ഇറങ്ങി നോക്കാനൊന്നും പറ്റുന്നു വരില്ല. ഒരാൾ ചിലപ്പം റിലേഷൻഷിപ്പിന്റെ ആ സമയത്തൊക്കെ നല്ലതായിരിക്കും, നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നുണ്ടാവും, റെസ്പെക്റ്റ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അവരൊരു മാരേജ് അതിലേക്ക് പോകുമ്പോൾ അവർ പരസ്പരം ഒരു മോശമായ ഒരു ബിഹേവിയറൊക്കെ അതിനൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി വരാം, അങ്ങനെ മാത്രമേ നമുക്ക് അതിന് ഓപ്ഷൻ ഉള്ളൂ. അല്ലാതെ ഞാൻ പറയുന്നത് നമ്മൾ എടുത്ത് ചാടിക്കൊണ്ട്, നമുക്ക് 18 വയസ്സാണ് 20 വയസ്സാണ് എന്ന് വെച്ചാൽ ഒരാൾ ഒരു ഭയങ്കര സ്നേഹമാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ നമ്മൾ ഒരാളോട് അവരെ കൂടെ പിന്നെ റിലേഷൻഷിപ്പിലാവാനോ താമസിക്കാനോ അതുപോലെ മാരേജിലേക്ക് പോവാനോ ഒന്നും നമ്മൾ നിൽക്കരുത്. അത് നമ്മൾ ആലോചിച്ചും കണ്ടും മാത്രമേ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ ഇത്രയും ആലോചിച്ചിട്ട് ഒരു റിലേഷൻഷിപ്പിലേക്ക് കടന്നു, അതിപ്പോൾ ഫ്ലോപ്പായി പോയി അങ്ങനെ വെച്ചിട്ട് ഇപ്പം പ്രശ്നം ഉണ്ടാക്കാനൊന്നുമില്ല. അങ്ങനെ തകർന്നു പോയി എന്ന് വെച്ചാൽ എന്താ ഇപ്പൊ കുഴപ്പം? ജീവിതം അവസാനിക്കുന്നൊന്നുമില്ലല്ലോ. നമ്മൾ അതിനകത്ത് റിക്കവറായി വരിക, നമ്മൾ ആ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി വരിക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ലോകത്ത് നമ്മൾ മാത്രമാണ്, നമ്മൾ സിംഗിൾ ആയിട്ടാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത്. നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് അവരെ, പിന്നെ ലൈഫ് പാർട്ട്ണർ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് അവരെ.
അല്ലാതെ നമ്മൾ ബേസിക്കലി നമ്മൾ എവിടെയും പോകുന്ന ആയാലും നമ്മൾ എന്ത് ചെയ്യുന്ന ആയാലും നമ്മൾ ചിന്തിക്കുന്ന ആയാലും പ്രവർത്തിക്കുന്ന ആയാലും ഇതെല്ലാം നമ്മൾ മാത്രം ചെയ്യുന്ന. അതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കും, സുഖമായിട്ട് ജീവിക്കും. നമ്മൾ പണിയെടുത്ത് നല്ല സുഖമായിട്ട് അന്തസ്സായിട്ട് നല്ല സന്തോഷത്തോടെ തന്നെ ജീവിക്കും. അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി വരുന്നതിനെ കൊണ്ടൊന്നും ഒരു പ്രശ്നവുമില്ല. ഇനിയിപ്പോൾ ആലോചിച്ചും കണ്ട് നിങ്ങൾ ചെയ്ത റിലേഷൻ ഫ്ലോപ്പായി പോയവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ ഇനി ഓവർകം ചെയ്യും. ഇതിനേക്കാളും ബെറ്റർ ലൈഫ് ഇനി എനിക്ക് വരാൻ പോകുന്നേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ധൈര്യമായി ഇറങ്ങി വരിക. അപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പ് സെലക്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഏത് റിലേഷനാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെലക്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ അല്ലേ? ലൈഫ് പാർട്ട്ണർ തന്നെയാണ്. അതാണ് നമ്മളെ ലൈഫ്, എത്ര കാലം നമ്മൾ ജീവിക്കുന്നു ആ ലൈഫ് നമ്മളെ തീരുമാനിക്കുന്നത്. അപ്പൊ ഇന്ന് ഞാൻ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് എത്തിയത്. നിങ്ങൾക്കൊക്കെ ഈ സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നൊക്കെയുള്ളത് നിങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കണം. ഞാൻ മോട്ടിവേഷൻ, അതുപോലെ ലൈഫ് സ്റ്റൈൽ, ഫിറ്റ്നസ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തൊക്കെ സബ്ജക്റ്റ് ആണ് വേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയേണ്ടത്, ആ കാര്യങ്ങൾ കൂടി ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതും കൂടി വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. അപ്പൊ പിന്നെ ഇന്ന് ഇത്രയൊക്കെയാണുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ. ഓക്കെ.